വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ക്ലാസ് 11 അക്കൗണ്ടൻസിയുടെ 4ാമത്തെ ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ വാട്ട് ആർ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് എന്താണ്, പിന്നെ അതേപോലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ബുക്കിൽ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ക്യാഷ് ബുക്ക് എത്ര തരമുണ്ട് എന്നൊക്കെ പഠിക്കാം, പിന്നെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ സ്പെഷ്യൽ പർപ്പസ് ബുക്സ്, പോസ്റ്റ് ദ എൻട്രീസ് ഇൻ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് ആൻഡ് ടു ദ ലെഡ്ജർ, ബാലൻസിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യമേ നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് മെയിൻ ആയിട്ട് അറിയാം ഈ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റർ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണ്, അവിടെ എന്തൊക്കെ നടക്കാം, സെയിൽസ് നടക്കാം, പർച്ചേസസ് നടക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കാം. ഇനി സെയിൽസ് തന്നെയാണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് നടക്കാം, ക്യാഷ് സെയിൽസ് നടക്കാമെന്നറിയാം, പിന്നെ പർച്ചേസസ് ആണെങ്കിലും അതേപോലെ തന്നെ. അപ്പം എങ്ങനെ പോയാലും നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്നു പോകുന്നുണ്ട്. അപ്പം ഒന്നിൽ കൂടുതൽ സെയിൽസ് നടക്കാം, ഒന്നിൽ കൂടുതൽ പർച്ചേസസ് നടക്കാം, അല്ലേ? അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരൊറ്റ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം നമുക്കറിയാം ജേണൽ എൻട്രി, നമ്മൾ ജേണലൊക്കെ വരച്ചിട്ട് ചെയ്യുന്ന സംഭവം എന്താണ് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ, ജേണലിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും കിട്ടുന്ന അതേപടി ചെയ്യുവാണ്. ആദ്യമേ ഒരു സെയിൽസ് നടന്നു, അത് കഴിഞ്ഞിട്ട് 2ാം തീയതി നമ്മൾ പോയി പർച്ചേസസ് ചെയ്തു, അത് സംഭവിച്ചു. അങ്ങനെ നമ്മൾ സംഭവിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്ന് റെക്കോർഡ് ചെയ്ത് വരികയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ പലതവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഉണ്ടാവാം, റിപ്പീറ്റഡ് ആയിട്ടുള്ള പർച്ചേസസ് ഉണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. നമ്മളിവിടെ എല്ലാം ആ മുറയ്ക്ക് അങ്ങോട്ട് എഴുതി പോവാണ്. ഇനി ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ചില സ്പെഷ്യൽ ബുക്സ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ പറയും ഡേ ബുക്സ് എന്നും, ഡേ ബുക്സ് ഓർ സബ്സിഡിയറി ബുക്സ് എന്നും നമ്മൾ പറയും. അപ്പം ഡേ ബുക്സ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സിന്റെ ജോലി എന്താണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് നേച്ചർ അല്ലെങ്കിൽ തിരിതര വരുന്ന നേച്ചറുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം ഒറ്റ കൊട കീഴിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയും സെയിൽസ് ബുക്ക് എന്ന് നമുക്ക് പേരിട്ട് വെക്കും. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ സെയിൽസ് ബുക്കിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുള്ളൂ, അതിൻ്റെ അകത്ത് സെയിൽസ് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സെയിൽസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രം. ഇന്ന് നമ്മൾ പഠിച്ചായിരുന്നു സെയിൽസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്, ക്രെഡിറ്റ് സെയിൽസും ആവാം, ക്യാഷ് സെയിൽസും ആവാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്തായിരിക്കും റെക്കോർഡ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ക്യാഷ് സെയിൽസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത നമ്മൾ ബുക്ക് ഓപ്പൺ ചെയ്യും, അതായത് എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് എല്ലാം എന്ത് ചെയ്യും, ഈ ഒരു വർഷത്തിൽ നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര കടബാധ്യതകളുള്ള ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര പർച്ചേസസ് മാത്രം ഉണ്ടായി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് സോർട്ട് ചെയ്ത് അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ റഫ് ബുക്കിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ്, അല്ലേ? റഫ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റഫ് ബുക്കിന്റെ അകത്ത് നമ്മൾ എക്കണോമിക്സ് എഴുതുന്നു, എക്കണോമിക്സ് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് ബിസിനസ് എഴുതുന്നു, അടുത്ത് നമ്മൾ അക്കൗണ്ടൻസി എഴുതുന്നു, അല്ലേ? പിന്നെ അടുത്ത് സ്റ്റാറ്റി എഴുതുന്നു, പിന്നെ അങ്ങനെ മറിച്ച് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഓരോന്നും നമ്മൾ പഠിപ്പിക്കുന്ന മുറയ്ക്ക് എഴുതി പോകുമ്പോൾ പിന്നീട് നമ്മൾ എക്കണോമിക്സിന്റെ ഒരു നോട്ട് വേണമെന്ന് പറഞ്ഞ് തപ്പിപ്പോയി കഴിയുമ്പോൾ അത് ചിലപ്പോൾ കാണുപോലും ഇല്ല, അല്ലേ? മൊത്തം മിക്സ്ഡ് ആയിരിക്കും. ഇനി അതേ സ്ഥാനത്ത് എക്കണോമിക്സിന് ഒരു ബുക്ക്, അതേപോലെ തന്നെ അക്കൗണ്ട്സിന് ഒരു ബുക്ക്, ഇതുപോലെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം. അതായത് ബിസിനസ് സ്റ്റഡീസിന് ഒരു ബുക്ക്, അങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് പിന്നീട് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അക്കൗണ്ട്സിലോ അല്ലെങ്കിൽ ഇവിടെ പോയി തപ്പിയില്ല, നമ്മൾ സ്ട്രേറ്റ് അവേ നമ്മൾ ഈ ഒരു ബുക്കിലായിരിക്കും പോയി റെഫർ ചെയ്യുക. അപ്പോൾ ഇതേ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ വേർതിരിച്ച് അതാത് ബുക്സിലോട്ട് നമ്മൾ സോർട്ട് ചെയ്ത് എഴുതുവാണ്. അതിനെയാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ഡേ ബുക്സ് ഓർ സബ്സിഡിയറി ബുക്സ് എന്ന് പറയും. ഇനി ഇത് റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണെന്ന് ഓർക്കുക. അതായത് നിത്യേന നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇതുപോലെ ഡേ ബുക്ക് ഒക്കെ കാത്ത് സൂക്ഷിച്ച് എഴുതുന്നത്. അതേ സ്ഥാനത്ത് തന്നെ ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ വർഷാവസാനം വണ്ടി നമ്മൾ സെല് ചെയ്യുകയാണ്, അതായത് സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് അവ എപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷൻസും അല്ല. നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിരിക്കും, ഡ്രസ്സൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി കമ്പനി ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ അടുത്തുള്ള മെഷീനറിയോ എന്തെങ്കിലും കുറച്ച് പഴകി കഴിഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെല് ചെയ്തു എന്ന് വെച്ചു, അല്ലെ? ആ ഒരു മെഷീനറി നമ്മൾ സെല് ചെയ്തു, അതിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടി. അപ്പോൾ അതെന്താണ്, അതൊരു സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, അത് നിത്യേന നടക്കുന്ന സംഭവം അല്ല, നമ്മുടെ ട്രേഡിന്റെ ഭാഗം അല്ല. അങ്ങനത്തെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ. അപ്പം ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡേ ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡേ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാതെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് ജേണൽ പ്രോപ്പർ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജേണൽ പ്രോപ്പർ. അത് ജേണൽ പ്രോപ്പർ മാത്രമല്ല, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് ഈ ബുക്സിനെ പറ്റിയാണ്. ഈ എല്ലാ ബുക്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്യാഷ് ബുക്ക്. അപ്പോൾ നോക്കാം നമുക്ക് ക്യാഷ് ബുക്ക് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പേരിൽ തന്നെയുണ്ട്, അല്ലേ? ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക, ഓൺലി ക്യാഷ്, അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഓൺലി ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പം നമ്മുടെ ഷോപ്പ് ഉണ്ട്, നമ്മുടെ ബിസിനസ് ഉണ്ട്, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് ഒരു കസ്റ്റമർ വന്നു, ആള് പർച്ചേസ് ചെയ്തു, എന്താ നമ്മുടെ ഇപ്പം ഒരു കാറോ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തു പുള്ളി. അപ്പം നമുക്ക് ഇയാൾ എന്ത് തരണം, പുള്ളി നമുക്ക് പൈസ തരേണ്ടതാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പൈസയ്ക്ക് പകരം പൈസ ഓൾറെഡി ക്യാഷ് ആയിട്ടില്ലാത്തതുകൊണ്ട് പുള്ളി നേരെ എന്ത് ചെയ്തു, ഗൂഗിൾ പേ ചെയ്തു, അല്ല? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിംഗ് ആണ് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എന്ന് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്
നമുക്ക് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പം ഈ സ്ഥാനത്ത് ഇയാൾ ഗൂഗിൾ പേക്ക് പകരം ക്യാഷ് ആണ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഇവിടെ ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആണ് നമ്മൾ പൈസ പോകുന്നതെങ്കിൽ നമ്മളിവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ബുക്കിനെ പറ്റി, ആ ലെഡ്ജറിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നതാണെങ്കിലും രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. രണ്ട് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ പേര് പോലെ തന്നെ അല്ലെ, സിംഗിൾ കോളം ഡബിൾ കോളം. സിംഗിൾ കോളം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡേറ്റ് ഉണ്ട്, റിസീപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കുക. ഇപ്പം ഇവിടെ നമുക്കൊന്ന് വരച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടി ഫോർമാറ്റിൽ വരയ്ക്കുക ക്യാഷ് ബുക്ക്. ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഇത് മനസ്സിലാക്കുക. ഇനി ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഡേറ്റ് വരും, പിന്നെ റിസീപ്റ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. റിസീപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനം. ഓക്കെ, പോസിറ്റീവ്സ്, അതായത് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. എന്തിന്റെ? ക്യാഷ് ബുക്കിന്റെ കേട്ടോ. അതിന് നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഗോൾഡൻ റൂൾ പഠിച്ചായിരുന്നു അല്ലെ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പഠിച്ചായിരുന്നു അല്ലെ. ഡെബിറ്റ് എന്തിനു ചെയ്യണം? പൈസ നമ്മുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. റിസീപ്റ്റുകൾ, വരുമാനങ്ങളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ട് എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തായിരിക്കും? ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് അങ്ങോട്ട് എഴുതും. ഓക്കെ, ഇവിടെ സ്വാഭാവികമായിട്ടും ഡേറ്റും എമൗണ്ടും ഒക്കെ വേണം. അത് ജസ്റ്റ് ഫോർമാറ്റിന്റെ ഭാഗമായതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് ബുക്സിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇതിൽ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്ന റിസീപ്റ്റും പേയ്മെന്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് സൈഡും ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോർമാറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റൻ ഇത് എന്തിന്റെയാണ്? കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് മെസേഴ്സ് റൂപ ട്രേഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ട്രാൻസാക്ഷൻ റൂപ ട്രേഡേഴ്സിന്റെ എന്ത് ചെയ്യുന്നു? മെസേഴ്സ് റൂപ ട്രേഡേഴ്സിന്റെ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. എങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്, പിന്നെ ഡേറ്റ്. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഈ ഫോർമാറ്റുകളൊക്കെ വെറുതെ ഇങ്ങനെ തരുന്നതല്ല. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഇതെല്ലാം ഇതുപോലെ ക്ലീൻ ആയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അപ്പം ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡേറ്റ് അല്ലെങ്കിൽ എഴുതിയില്ലേ എന്താണ്, ഡെബിറ്റ് എഴുതിയില്ലേ എന്താ, ക്രെഡിറ്റ് എഴുതിയില്ലേ എന്താ, ഇതൊന്നും ചോദിക്കുന്ന ചോദ്യം പോലും അല്ല. ഇതൊക്കെ എഴുതേണ്ടിയ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോർമാറ്റ് ഒക്കെ അതേപടി വരച്ച് ശീലിക്കുക. പിന്നെ പേയ്മെന്റ്സ് എഴുതുക, അതേപോലെ എമൗണ്ട് എന്നും എഴുതുക. ഈ ഫോർമാറ്റുകൾ ഇതുപോലെ തന്നെ വരയ്ക്കേണ്ടതാണ്. ബിക്കോസ് ഫോർമാറ്റിന് തന്നെ മാർക്കുള്ളതാണ്. നമ്മളൊരു ഫോർമാറ്റ് മാത്രം അറിയാവുന്ന ഒരു ഫോർമാറ്റ് നമ്മൾ എഴുതാണ്ട് വിട്ട് വെറുതെ മാർക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് 30,000. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യമേ കൊടുത്തിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 30,000. അതിന്റെ ഡേറ്റ് നോക്കുക, എത്രയാണ്? നവംബർ 1, 2017 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക നവംബർ 1, 2017 എഴുതുക. ഫോർമാറ്റ് ഒക്കെ മേക്കൊന്നായി പോയി, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പം നവംബർ 1, 2017. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ 1-ാം തീയതി 2017 നവംബർ 1-ാം തീയതി നമ്മുടെ കയ്യിൽ നിലവിലുള്ള ക്യാഷ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു ട്രാൻസാക്ഷൻ അല്ല. ബേസിക്കലി ഇത് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് തുകയാണ്. നമ്മുടെ ബിസിനസ് പുതുതായിട്ട് തുടങ്ങി എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതൊരു ബാലൻസ് തുക. ഇതിന് മുന്നേ ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മിച്ചം പിടിച്ചേക്കുന്ന പൈസയാണ്. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നത് ബാലൻസ് BD എന്നാണ് എഴുതുന്നത്. BD എന്ന് വെച്ചാൽ എന്താണ്? ബ്രോട്ട് ഡൗൺ. അതായത് മുൻ വർഷത്തിലെ ബാലൻസുകൾ, നമ്മുടെ പ്രോഫിറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്രയാണ് ബാലൻസ്? ഇതിന് മുന്നത്തെ ബാലൻസ് 30,000, 30,000 ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തു. ഇത് അപ്പം ആദ്യത്തെ ട്രാൻസാക്ഷൻ ആയില്ലേ? ആയി. ഇനി അടുത്താണ് നവംബർ 4-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത്. അപ്പം ഇത് എന്താ? ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ റിസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായും റിസീപ്റ്റ് തന്നെയാണ് അല്ലേ, വരുമാനമാണ്. അപ്പം നമ്മൾ ഈ സൈഡിലോട്ട് എഴുതും? ഡെബിറ്റ് സൈഡിലോട്ട് എഴുതും. ഡെബിറ്റ് സൈഡിലോട്ട് എമൗണ്ട് ഡേറ്റ് എഴുതുക 4 നവംബർ 2017. പിന്നെ എന്താ എഴുതേണ്ടത്? അപ്പം ഇവിടെ ടു ഗുർമീത് എന്ന് എഴുതുക. നമ്മൾ എപ്പോഴും ഓർക്കുക, ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോഴത്തേക്കും ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതാൻ പോണേ. ഇനി ക്രെഡിറ്റ് സൈഡിലോട്ടാണ് എഴുതുന്നതെങ്കിൽ ബൈ എന്ന് ചേർത്തിട്ടായിരിക്കും നമ്മൾ എഴുതുക. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഇവിടെ രണ്ട് അക്കൗണ്ട് അവർ. ഇതിന്റെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ഗുർമീത് അക്കൗണ്ട് അല്ലല്ലോ, നമ്മുടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ഗുർമീത് അക്കൗണ്ട് എന്ന് എഴുതും. ഗുർമീത് 12,000 എന്ന് എഴുതും. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ എഴുതുക. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓർക്കുക. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ടു ഗുർമീത് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലോട്ട് എഴുതിയാൽ മതി. ടു ഗുർമീത് അക്കൗണ്ട് 12,000 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി അടുത്തത് ഇൻഷുറൻസ് പെയ്ഡ്. ആനുവൽ ഇൻഷുറൻസ് ആണ്. അപ്പം നമ്മുടെ ഇൻഷുറൻസിന്റെ തുക നമ്മൾ പേ ചെയ്തു എന്നാണ് അർത്ഥം അല്ലെ, 8-ാം തീയതി. അപ്പോൾ അതെന്താ സംഭവം? ശരിക്കും പൈസ വന്നോ പോയോ? പൈസ പോയതാണ് അല്ലേ. അപ്പം എന്താ സംഭവം? എന്റെ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തേ. എങ്ങനെ വരും? ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻഷുറൻസ് പ്രീമിയം എന്ന് വേണം എഴുതാൻ കേട്ടോ. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 6,000 ടു ക്യാഷ് അക്കൗണ്ട് 6,000. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്തേ. ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ വരും? ക്യാഷ് ബുക്കിന്റെ ടു ക്യാഷ് എന്ന് ഇട്ടേക്കണേ. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഇതൊരു ഇൻകമിംഗ് ട്രാൻസാക്ഷൻ ആയിരുന്നു, വരുമാനമുള്ള ട്രാൻസാക്ഷൻ. താഴത്തെ എന്താണ്? ഒരു ചെലവിനെ സൂചിപ്പിക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എഴുതും? ബൈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലോട്ടായിരിക്കും എഴുതുക. ബൈ ഇൻഷുറൻസ് 6,000. ഇനി അടുത്താണ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. 13-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തേ. ഇവിടെ എന്താ സാധനം പർച്ചേസ് ചെയ്യുവാണ്, പക്ഷേ ഇവിടെ ഗുഡ്സ് അല്ല, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ അനലൈസ് ചെയ്യുക. എന്താണ്?
എന്തായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് എഴുതാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുത്തായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതി പോവാണ്. ഓക്കെ, ട്രാൻസാക്ഷന്റെ എമൗണ്ട് ആണ് 13,800. അപ്പോൾ ഇനി നമ്മൾ അനലൈസ് ചെയ്ത് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എവിടെ കൊണ്ട് എഴുതും? പർച്ചേസ് ഫർണിച്ചർ ആണ് അല്ലേ? പർച്ചേസ് ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്, പേയ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതും ബൈ ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ബൈ ഫർണിച്ചർ അക്കൗണ്ട് 13,800. ഇനി അടുത്ത എല്ലാം നമ്മൾ ഇതുപോലെ അനലൈസ് ചെയ്ത് എഴുതുക. എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. 28,000. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാഷ് ബുക്കിൽ നമ്മൾ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പെറുക്കി എഴുതിക്കുക ടു സെയിൽസ് എന്ന് എഴുതുക. ഓക്കെ, നമ്മൾ എപ്പോഴും ഓർക്കുക ക്യാഷ് ബുക്ക് മേളിലാണ് വരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ മേളിൽ വരുന്ന ട്രാൻസാക്ഷൻസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണും. എന്താണ് ടു സെയിൽസ് ടു ഗുർമീത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. ഓക്കെ, ഈ ബാക്കിയുള്ള ട്രാൻസാക്ഷൻ എല്ലാം ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആൻസറിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ബാലൻസ് ബി ഡി എഴുതി, ഗുർമീത്ത് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി, എല്ലാം എഴുതി പോകുന്നു. ബാക്കി ഇൻഷുറൻസ് എഴുതി, ഫർണിച്ചർ എഴുതി, ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ആലോചിച്ച് എഴുതി വരിക. എന്നിട്ട് ലാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ് ബാലൻസ് സി ഡി 23,400. ഇത് എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. അതായത് നമ്മളെല്ലാം ട്രാൻസാക്ഷൻസ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ വീഡിയോയിൽ ഇതെല്ലാം കാണിക്കാൻ പറ്റാത്ത ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് സാവകാശം ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത് ബാലൻസിങ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്ത് ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് നവംബർ 1 തീയതിയാണ് നമ്മൾ തുടങ്ങിയെന്നറിയാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലോസിംഗ് ചെയ്യുന്ന എപ്പോഴാണ്? മാസത്തിന്റെ അവസാനം, അതായത് 30/11/2017, അതായത് ആ മാസത്തിന്റെ അവസാനമാണ് ക്ലോസിംഗ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം തുടങ്ങിയത് എങ്ങനെയാണ്? നമ്മൾ ബാലൻസ് ബി ഡി ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു. അപ്പോൾ ഇതിനെ എന്താ വിളിക്കുക? ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറയാം. ഓപ്പണിംഗ് ബാലൻസ് 30,000 ഉണ്ടായിരുന്നു. പിന്നെ ഈ മാസം നടന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി എല്ലാ ട്രാൻസാക്ഷൻസും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ എഴുതേണ്ട സാധനമാണ് ബാലൻസ് സി ഡി. അതായത് സി ഡി എന്താണെന്ന് വെച്ചാൽ ബി ഡി എന്ന് വെച്ചാൽ ബ്രോട്ട് ഡൗൺ ആണെന്ന് പഠിച്ചു. സി ഡി എന്ന് വെച്ചാൽ ക്യാരിഡ് ഡൗൺ ആണ്. ക്യാരിഡ് ഡൗൺ. ഈ ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും നമ്മൾ ഇനി അടുത്ത മാസത്തിലോട്ട്, അതായത് ഇപ്പം നവംബർ ആണോ, ഇനിയിപ്പം ഡിസംബറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഈ ട്രാൻസാക്ഷൻ. ഈ തലേ ആഴ്ചയിൽ നമ്മൾ മാസത്തിൽ ഉണ്ടാവുന്ന ബാലൻസിങ് ഫിഗർ ആണ് അടുത്ത മാസത്തിലെ ഓപ്പണിംഗ് ഫിഗർ എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇപ്പം ഇനി ബാലൻസ് ക്യാരി ഡൗൺ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഏറ്റവും ആദ്യമേ നമ്മൾ ഡെബിറ്റിലെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഏതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ടോട്ടൽ ചെയ്യുക, എല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഡെബിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ ഏത് സൈഡാണെന്ന് വെച്ചാൽ അവിടുത്തെ രണ്ട് സൈഡിലും കൂടി ഒന്ന് ടോട്ടൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതൊരു നമുക്കൊരു മുറി പാൻറ് വെച്ച് ഉപമിക്കാം അല്ലേ? മുറി പാൻറ് വെച്ച് നമുക്ക് ഉപമിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാൻറ് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? പകുതി ഷോർട്സും പകുതി പാൻറ്റും ആയിട്ടിരിക്കുന്ന ടൈപ്പിന് ഇടാൻ പറ്റിയല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ്ട്രാ പീസ് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. എക്സ്ട്രാ പീസിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൊടുത്തേക്കാം. അപ്പം ഈ എക്സ്ട്രാ പീസിനെ നമ്മൾ ചേർത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് നേരെ ചുവന്ന് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നത് അല്ലേ? ഇച്ചിരി ഫാഷനബിൾ ആണെങ്കിലും വേണ്ടിയല്ല, പക്ഷേ എന്തായാലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നത് ഇതുപോലെ ഒരെണ്ണം ആഡ് ഓൺ ചെയ്താലാണ്. അപ്പം നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഇരിക്കുന്ന നിലവാരവും അതുപോലെയാണ്. അതായത് എവിടെ ഒരു സ്ഥലത്ത് ഷോർട്ടേജ് ഉണ്ട് അല്ലേ? ഏതോ ഒരു സ്ഥലത്ത് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ടേജ് വെച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ എവിടെയാണ് ഷോർട്ടേജ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നികത്താൻ പോവുകയാണ്. ആ ഷോർട്ടേജ് എവിടെ എത്രമാത്രം ഷോർട്ടേജ് ഉണ്ടെന്നുള്ളതിന്റെ എമൗണ്ട് കൊണ്ട് നികത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്? ടോട്ടൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതായത് 30,000 + 12,000 + 28,18 ഇതൊക്കെ ടോട്ടൽ ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 88,200 ആണ്. ഓക്കെ, 88,200 ആണ് നമുക്ക് കിട്ടുന്ന തുക. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും 88,200 ഇല്ല എന്ന് പറയുമ്പോൾ എന്തായി? നമുക്ക് ഷോർട്ടേജ് എവിടെ വന്നു? ഷോർട്ടേജ് വന്നത് ക്രെഡിറ്റ് സൈഡിലാണ് ഷോർട്ടേജ് വന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡ് ബാലൻസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇവിടെ പറയാൻ പറ്റും ക്യാഷ് ബുക്ക് നമ്മുടെ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമുക്കൊരു ഷോർട്ടേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ടേജ് എന്തുമാത്രമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ആയ 88,200 നിന്ന് ഈ തുക മുഴുവൻ മൈനസ് ചെയ്യുക. നമ്മൾ ഇതുവരെ എഴുതിയിരിക്കുന്ന 6,000 13,800 ഈ തുക മുഴുവൻ അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഈ മിച്ചം എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മിച്ചം കിട്ടിയിരിക്കുന്ന തുകയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 23,400. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു? ഇനി നമുക്ക് നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെ നമുക്ക് ടോട്ടൽ എന്ത് ചെയ്തു? ഈക്വൽ ആയി. ഡെബിറ്റ് സൈഡിലും 88,200 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലും 88,200 ഉണ്ട്. നമ്മുടെ മുറി പാൻറ്റിന്റെ പ്രോബ്ലം സോൾവ് ആയി. ഇപ്പോൾ എന്താണ്? നേരെ ചുവയുള്ള ബോത്ത് സൈഡ് ഈക്വൽ പാൻറ്റ് ആയി മാറി അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. ഇതാണ് ബാലൻസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ശരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ അവസാനത്തിൽ പഠിക്കേണ്ട കോൺസെപ്റ്റ് ആയിരുന്നു അത്. പക്ഷേ ഈ ഒരു ഏരിയ പഠിച്ച് വന്നപ്പോൾ മാത്രമാണ് നമുക്ക് ബാലൻസിങ് കൂടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ കവറപ്പ് ആയത് കേട്ടോ. അപ്പം ഇനി അടുത്താണ് പോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞു റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതിന്റെ അകത്ത് 2-3 സ്റ്റെപ്സ് ആണുള്ളത് അല്ലേ? എന്തൊക്കെയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ? ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് ഒരു വ്യക്തി ബിസിനസ്സിലോട്ട് എന്തെങ്കിലും കൊടുത്തു, പൈസ കൊടുത്തു, എന്തെങ്കിലും ഒരു സേവനം ഗുഡ്സോ സർവീസസോ തിരിച്ച് ഏറ്റുവാങ്ങി. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഏറ്റവും ആദ്യമേ നമ്മൾ ഇതിനെ ജേർണലൈസ് ചെയ്യണം. ജേർണൽ എൻട്രി ചെയ്ത് ജേർണലിലോട്ട് നമ്മൾ കൂട്ടിച്ചേർക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ജേർണൽ എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തത്തിൽ നമ്മുടെ റഫ് ബുക്കിന്റെ സിറ്റുവേഷൻ ആണ് അല്ലെ? എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ ചരം പുറോടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസിന്റെ ഒരു ബുക്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ പോസ്റ്റ് ചെയ്യും. ആ സ്റ്റെപ്പിന് പറയുന്നതാണ് പോസ്റ്റിംഗ്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, അതായത് നമ്മുടെ ഈ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഇവിടെ 2 കോൺസെപ്റ്റ് വെച്ച് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസിനും 2 ആസ്പെക്ട് ഉണ്ട്. എന്ത് ആസ്പെക്ട് ആണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാഷും ഉണ്ട് സെയിൽസും ഉണ്ട്. അപ്പം
നമ്മൾ ഈ രണ്ട് അക്കൗണ്ടിലും നമ്മൾ അതിനെ പോസ്റ്റ് ചെയ്യണം എന്ന അർത്ഥം. ഒരു എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ അതിന്റെ പോസ്റ്റിംഗ് നടത്തിയിരിക്കണം. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമിനെ തന്നെ ഡ്യുവൽ എൻട്രി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇവിടുത്തെ എൻട്രി എങ്ങനെയാണ്? ആദ്യത്തെ നമ്മുടെ ഇവിടെ നോക്കാം നമുക്ക് ഗുർമീത്തിന്റെ അക്കൗണ്ട് അല്ലെ. ബാലൻസിംഗ് ഫിഗറിനൊന്നും എൻട്രി വരികയില്ല. ആദ്യത്തെ എന്തായിരുന്നു? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത്ത് ആയിരുന്നു അല്ലെ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത്തിന്റെ എൻട്രി നമ്മൾ എങ്ങനെ എഴുതിയത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുർമീത്ത് എന്ന് എഴുതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുർമീത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അവനെ ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചു. ഇനി നമ്മൾ ഗുർമീത്തിന്റെ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ അതിലും കാണിക്കണം. ഗുർമീത്തിന്റെ അക്കൗണ്ട് വരച്ചു, എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തും കാണിക്കണം. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് എഴുതിയേക്കാം ഇവിടെ. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ എഴുതിയെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് വേണമെന്ന് അറിയാലോ. ഒരെണ്ണം നമ്മൾ ക്യാഷ് ബുക്കിലും കാണിക്കണം, അടുത്ത നമ്മൾ ഗുർമീത്തിന്റെ അക്കൗണ്ടിലും കാണിക്കണം. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി കാണിച്ചു. എന്താണ്? ടു ഗുർമീത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചായിരുന്നു. ടു ഗുർമീത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഗുർമീത്തിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ 2 എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗുർമീത്തിന്റെ അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്കും ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അത് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ കേൾക്കുക. ബിക്കോസ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓരോ ട്രാൻസാക്ഷൻസ് വരുമ്പോഴത്തേക്കും അവിടെ രണ്ട് അക്കൗണ്ടുകളുണ്ട്. ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട്. ഡെബിറ്റ് ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് അക്കൗണ്ടിൽ 2 ഗുർമീത്ത് എന്നും ഗുർമീത്ത് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്നുമാണ് റെക്കോർഡ് ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എൻട്രി അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജേർണലൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അല്ലെ. പോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഒരു പോസ്റ്റ് പിടിച്ച പരിപാടി. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും നമ്മളിപ്പോൾ എഴുതിയ ഓരോ ട്രാൻസാക്ഷൻസും ഇതുപോലെ തന്നെയാണ്. രണ്ട് എൻട്രി വെച്ചിട്ട് ഉണ്ട്. ഈ ഓരോ ട്രാൻസാക്ഷൻസിനും ഓരോ എൻട്രി വെച്ചിട്ടുണ്ട്. അതിന് രണ്ട് കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതിനെല്ലാത്തിനെയും അതാത് അക്കൗണ്ടുകളിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു എൻട്രി നമുക്ക് അനലൈസ് ചെയ്യാം. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 28,000 ടു സെയിൽസ് അക്കൗണ്ട് 28,000 എന്ന് നമ്മൾ എഴുതി. ഇനി ഇതാണ് അടുത്ത ട്രാൻസാക്ഷൻസ് എന്ന് ആലോചിച്ച് ഇനി വീഡിയോയുടെ ഒപ്പം തന്നെ ആലോചിച്ച് നോക്കാം. നിങ്ങൾ കൂടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 28,000 ടു സെയിൽസ് 28,000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്. എങ്ങനെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു. എന്നാൽ ഇവിടെ ജസ്റ്റ് കാണിച്ചു തന്നേക്കാം. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. 28,000 എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. മറിച്ച് സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടേ വേണം. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അതിനെ ക്രെഡിറ്റ് സൈഡിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. എങ്ങനെ? ബൈ ക്യാഷ് എന്നും പറഞ്ഞിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി ബാക്കി അടുത്ത ട്രാൻസാക്ഷൻസും ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്യാം. ഒരെണ്ണം കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് ഇൻഷുറൻസ് പേ ചെയ്തു അല്ലെ. ഇൻഷുറൻസ് എമൗണ്ട് നമ്മൾ പേ ചെയ്തു. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 6,000 ടു ക്യാഷ് അക്കൗണ്ട് 6,000. ഇതാണ് നമ്മുടെ എൻട്രി. ഇത് നോക്കിക്കേ. ഇനി ടെസ്റ്റ് ഡോസ് പോലെ ഇത് നിങ്ങൾക്കുള്ള പ്രശ്നമാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എങ്ങനെയാണ് ഇവിടെ വരിക? നമ്മുടെ എൻട്രി നമ്മൾ എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ക്യാഷ് ബുക്കിലും പോസ്റ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഇൻഷുറൻസ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഇനി ഇൻഷുറൻസ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഇൻഷുറൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതങ്ങ് എഴുതിയേക്കുക. ടു ക്യാഷ് എന്ന് എഴുതിയേക്കുക. എവിടെ? ഡെബിറ്റ് സൈഡിൽ എഴുതാം. ടു ക്യാഷ് അക്കൗണ്ട് എത്ര? 6,000 എന്ന് എഴുതിയേക്കുക. മറിച്ച് ക്യാഷ് ബുക്കിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? ഇൻഷുറൻസിൽ ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിട്ട് എഴുതും. എന്ത്? ബൈ ഇൻഷുറൻസ് എന്ന് നമ്മൾ എഴുതും. ബൈ ഇൻഷുറൻസ് 6,000 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ പോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സിംഗിൾ കോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കോളമേ ഉള്ളൂ അല്ലേ. ഡബിൾ കോളം എന്ന് കേൾക്കുമ്പോൾ അറിയാം അവിടെ രണ്ട് കോളം ഉണ്ട്. ഈ രണ്ട് കോളം എവിടെയൊക്കെയാണ് അല്ലേ? ബേസിക്കലി ഇനി എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ സ്പെഷ്യാലിറ്റി ഇതൊരു ക്യാഷ് ബുക്ക് ആണ്. പ്ലസ് ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു ബാങ്ക് അക്കൗണ്ടിനുള്ള കോളവും കൂടി ഉണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിനുള്ള കോളവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്തുണ്ട്? നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും, ബാങ്ക് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇതൊക്കെ വെച്ചാൽ ജസ്റ്റ് ബേസിക് തിയറിയാണ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ പേ ചെയ്യാം. അതായത് ബാങ്കിൽ നിന്ന് പേ ചെയ്യാന്ന് പറയുമ്പോൾ പണ്ടത്തെ കോൺസെപ്റ്റ് ഒന്നും ഇപ്പോൾ ആരും അഡോപ്റ്റ് ചെയ്യാറില്ല അല്ലേ. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ ഒക്കെ പേ ചെയ്യുന്ന കാലമാണ്. അപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്? പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് പെയിൻ സ്ലിപ്പ്, ഡെപ്പോസിറ്റ് സ്ലിപ്പ് എന്നൊക്കെ പറയും. ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമൊക്കെയാണ് പെയിൻ സ്ലിപ്പ്. ഇനി അടുത്താണ് ചെക്ക്. ചെക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ചെക്ക് വഴി നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാറും കൊടുക്കാറൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യൽ മെത്തേഡ്സ് ആണ്. പിന്നെ അടുത്ത് നമ്മളോട് ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ടൈപ്സ് ഓഫ് ക്രോസിംഗ്. നമ്മൾ ചെക്കിന്റെ മേളിൽ ക്രോസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് ക്രോസിംഗ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വലിയൊരു പ്രയോറിറ്റി ഇല്ല ബേസിക്കലി. പിന്നെ ഇവിടെ ചെറിയ കോൺസെപ്റ്റ് പറയുന്നത് എൻഡോഴ്സ്മെന്റ്. ഇതൊന്ന് മനസ്സിലാക്കുക. എൻഡോഴ്സ്മെന്റ് മീൻസ് ദ റൈറ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പേ ദ ചെക്ക് ടു എ പേഴ്സൺ ആൻഡ് ദെൻ സൈനിങ് ഇറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ചെക്കിന്റെ ബാക്കിൽ നമ്മുടെ ഓണർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ചെക്ക് ഞാനാണ് എഴുതിയത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെക്കിന്റെ ബാക്കിൽ സൈൻ ചെയ്യുവാണ്. അതിനാണ് ബേസിക്കലി എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ചില ബാങ്കുകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എൻഡോഴ്സ്ഡ് ചെക്കുകളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമുക്കിപ്പം ഒരാൾക്ക് നമുക്ക് ചെക്ക് കൊടുത്തു, അപ്പോൾ അയാൾക്ക് ചെക്ക് കൊടുത്തു വിട്ടു നമുക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ നമ്മുടെ സൈൻ ഇല്ലാതെ കൊണ്ടുപോയ ചെക്ക് വീണ് പോയി. ഈ ചെക്ക് വേറെ ഒരാളെ മൂന്നാമത്തെ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പൈസ എടുക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ എൻഡോഴ്സ്മെന്റ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്, എൻഷ്യൂർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഈ ക്യാഷ് ബുക്ക് വിത്ത് ഡബിൾ കോളം. ക്യാഷ് ബുക്ക് വിത്ത് ഡബിൾ കോളത്തിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ചില സമയത്ത് എന്ത് വരും? ഇതിന്റെ അകത്ത് ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാന്നറിയാമല്ലോ, ക്യാഷ് ബുക്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാന്നറിയാം. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ട്രാൻസാക്ഷൻസ് വരും, അവിടെ ക്യാഷ് ബുക്കും വരും, അതേപോലെ തന്നെ വരും ക്യാഷ് അക്കൗണ്ടിന് വരുന്ന ട്രാൻസാക്ഷനും വരും, ബാങ്ക് ട്രാൻസാക്ഷൻസും വരും ഒറ്റ എൻട്രിയിൽ തന്നെ. അപ്പോൾ നമ്മൾ സാലറി പേ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എങ്ങനെ എഴുതുക? സാലറി പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുന്ന എൻട്രി എന്ന് പറയുമ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷോ അല്ലെങ്കിൽ ബാങ്ക് എന്നൊക്കെയാണ് എഴുതുക അല്ലെ. ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഒരു എലിമെന്റ് വന്നിട്ടുണ്ട് ക്യാഷ് ബുക്ക്. ഓക്കെ, അത് നമ്മൾ ക്യാഷ് ബുക്കിന്റെ ക്യാഷ് സൈഡിലായിരിക്കും ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഒരു കമ്മീഷൻ കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു
കമ്മീഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും, എവിടെയും കണ്ടില്ലേ, ഒരേ ഒരു ക്യാഷിന്റെ കോൺസെപ്റ്റേ കണ്ടുള്ളൂ. ഇനി എപ്പോഴാണ് ക്യാഷും ബാങ്കും വരുന്നത്? ഇനി നമ്മൾ നോക്കിയാൽ സാലറി ഇനിയിപ്പോൾ ബാങ്ക് വഴിയാണ് പേ ചെയ്തെങ്കിൽ അതും കൂടി നോക്കിയേക്കാം. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. നമ്മൾ ചെക്ക് വഴിയാണ് നമ്മുടെ സാലറി പേ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു എലിമെന്റ് വന്നത് ബാങ്ക് ആയി, ക്യാഷ് എന്നുള്ളതിന് പകരം ബാങ്ക് ആയി മാറി, അത്രേ ഉള്ളൂ. പക്ഷേ അന്നേരം ഇവിടെ അടുത്ത കോൺസെപ്റ്റ് എന്താണ്, വേറെ ഒരു കോൺസെപ്റ്റ് ആണ്, ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ അല്ല. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ക്യാഷും ഉണ്ട് ബാങ്കും ഉണ്ട്, അങ്ങനെ ഏത് ട്രാൻസാക്ഷൻ ആയിരിക്കും അങ്ങനെ വരിക. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിപ്പം ഡെബിറ്റും ക്രെഡിറ്റിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു എൻട്രി പറയാം, ഡെപ്പോസിറ്റഡ് ക്യാഷ് ₹5,000 ഇൻടു ബാങ്ക്. ഓക്കെ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 5,000 റുപ്പീസ് നമ്മൾ കൊണ്ട് ബാങ്കിലോട്ട് ഇട്ടു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെലവാണോ സംഭവിച്ചത്, നമ്മളിവിടെ ചെലവാക്കുകയാണോ ചെയ്തത് 5,000 റുപ്പീസ്? ഇല്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ്, ഓക്കെ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കുറഞ്ഞു, നമുക്ക് ഈ 5,000 ഇപ്പം കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തുണ്ട്, നമ്മുടെ ബാങ്കിലുണ്ടോ, ഉണ്ട്, ബാങ്കിൽ 5,000 റുപ്പീസ് കൂടി, കയ്യിൽ നിന്നുണ്ടായിരുന്ന കുറഞ്ഞു, ബാങ്കിലുണ്ടായിരുന്ന കൂടി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം എവിടെ നിന്നാണ് ക്യാഷ് പോയത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ക്യാഷ് വന്നത്, അതിന് നമുക്ക് ഡെബിറ്റ് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ടിൽ 5,000 കയറി വന്നു. ഓക്കെ, ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക അതൊരു ചെലവാണ്, കയ്യിൽ നിന്ന് പൈസ പോയി. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ ബാങ്കിലോട്ട് നമ്മൾ കൊണ്ട് ഇട്ടു, ബാങ്കിലുണ്ടായിരുന്നത് ഇൻക്രീസ് ആയി. ഇതാണ് നമ്മൾ വിളിക്കുന്നത് ഇസ് കോൾഡ് എ കോൺട്രാ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും കോൺട്രാ എൻട്രി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ കോൺട്രാ എൻട്രിയുടെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സി, കോൺട്രാ എൻട്രിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ സി കൊണ്ടാണ് കേട്ടോ. ഒരു മുഴുത്ത നമ്മൾ സി അങ്ങ് എഴുതി വെക്കും, കോൺട്രാ എൻട്രി ആണെന്ന് അറിയിക്കാൻ വേണ്ടി. നമ്മൾ അടുത്ത ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ തൽക്കാലം ഈ ഫോർമാറ്റ് മനസ്സിലാക്കുക. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാഷ് ബുക്ക് വിത്ത് ഡബിൾ കോളം ആണെങ്കിൽ ഇവിടെ ഡേറ്റ്, റിസീപ്റ്റ് ഇതെല്ലാം കാണും, ലെഡ്ജർ ഫോളിയോ ഒക്കെ കാണും. അതുകൂടാണ്ട് ഇവിടെ ഒരു അക്കൗണ്ട് കൂടി കാണും, അതാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഡെബിറ്റ് സൈഡിലും കാണും, ക്രെഡിറ്റ് സൈഡിലും ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സാധനം, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് മനസ്സിലാവും. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെ എഴുതും, ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതാൻ പോകുന്നത് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതുന്നു. ഇനി ക്യാഷ് ആയിട്ട് എത്രയുണ്ട്, നമുക്ക് 15,000 ഉണ്ട്, കണ്ടില്ലേ, നമുക്ക് ക്യാഷ് ആയിട്ട് 15,000 ഉണ്ട്, അത് നമ്മൾ പെറുക്കി ഇവിടെ എഴുതി 15,000. ഇനി നമുക്കറിയാം ബാങ്കിൽ എത്രയുണ്ട്, ഓപ്പണിംഗ് 42,000 ഉണ്ടെന്ന് അറിയാം, അതും ഇവിടെ എഴുതി. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക്, അതായത് പർച്ചേസ് ചെയ്തു ഗുഡ്സ്, അതും ചെക്ക് വഴിയാണ് പേയ്മെന്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ പൈസ പോയിരുന്നത് ക്യാഷ് ആയിട്ടല്ല, ബാങ്കിൽ നിന്നാണ് 12,000 പോയിരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് എഴുതും അല്ലേ. അപ്പം പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ഏത് കോളത്തിൽ നിന്നായിരിക്കും നമ്മൾ പൈസ എഴുതേണ്ടത്, ക്യാഷ് ആണോ, അല്ല, ബാങ്കിൽ നിന്നാണ് പോയത്, അതുകൊണ്ട് തന്നെ ബാങ്ക് കോളത്തിൽ 12,000 എന്ന് എഴുതും. ഇനി അടുത്തത് സെയിൽസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് സെല് ചെയ്ത് ക്യാഷ് കിട്ടിയെന്ന്. അപ്പം എങ്ങനെയായിരിക്കും എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, റിസീപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു സെയിൽസ്. ഇനി എങ്ങനെയാണ് വരുമാനം കിട്ടിയത്, ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ, ബാങ്കിലാണോ, ക്യാഷ് ആയിട്ട്. അപ്പം ക്യാഷ് 6,000 എന്ന് പറഞ്ഞ് എഴുതി. ഇത് ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് എഴുതുക, സാധാ എഴുതി വരുന്ന പോലെ തന്നെ എഴുതുക. ഇനി വേറെ സംഭവം കണ്ടില്ലേ, ഇവിടെ സി എന്ന് എഴുതി വെച്ചിരുന്നത് ബാങ്ക് ക്യാഷ് ആയിട്ട് 10,000 ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ, സി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് എന്ത് ട്രാൻസാക്ഷൻ ആണ്, അത് ഇതാണ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ആണ്, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നത് സംഭവിച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എന്ത് ചെയ്യുകയാണ്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞെങ്കിൽ പോലും നമ്മുടെ കയ്യിലോട്ട് നമ്മൾ വിഡ്രോ ചെയ്ത് പിടിച്ചു, അതുകൊണ്ട് ക്യാഷ് നമ്മുടെ കയ്യിലുള്ളത് കൂടി. അപ്പം ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ബാങ്കും ക്യാഷും മാത്രം വന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവനെ കോൺട്രാ എൻട്രി എന്ന് വിളിക്കും. കോൺട്രാ എൻട്രിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് ക്യാപിറ്റൽ സി. കോൺട്രാ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ട് സൈഡിലും നമ്മൾ റെക്കോർഡ് ചെയ്യും. 27-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ 27th കണ്ടില്ലേ, ബാങ്ക് എഴുതിയിട്ട് ക്യാഷിൽ 10,000 എഴുതും, ഇപ്പുറത്ത് നമ്മൾ ക്യാഷ് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 10,000 എന്ന് എഴുതും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്താണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് പണ്ടൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് തീർത്തും എന്താണ് ഒരു സ്മോൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെയാണ് പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എല്ലാ ട്രാൻസാക്ഷൻസും ഒരേ കൊടക്കീഴിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ലെഡ്ജർ ഒക്കെ എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഒരൊറ്റ ക്യാഷ് ബുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് മുഴുവൻ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, ഈ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് എല്ലാം. ഓക്കെ, അപ്പം അതിനെയാണ് പറയുന്നത് പെറ്റി ക്യാഷ് ബുക്ക്. ഒരു പെറ്റി ക്യാഷ് ബുക്കിന്റെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് ഏത് കണ്ടില്ലേ, അതായത് ഇവിടെ എല്ലാം അല്ലറ ചില്ലറ എക്സ്പെൻസസ് ആണ്. യാത്ര ചെയ്തു, ഓട്ടോ ഫെയർ 55 രൂപ, കൊറിയർ ചെയ്തു 40 റുപ്പീസ്, പോസ്റ്റൽ സ്റ്റാമ്പ് 105 എന്നൊക്കെ പറഞ്ഞ എല്ലാം കുരുകുനാ ചാർജസ് ആണ് അല്ലെ, 10-15 രൂപയൊക്കെ വരുന്ന സിംഗിൾ ഡിജിറ്റ് ഒക്കെ വരുന്ന ചെറിയ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവൻ എന്ത് ചെയ്യും, നമ്മൾ എല്ലാത്തിനെയും കൂടി ഇട്ട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. അതായത് എങ്ങനെ നമ്മൾ എഴുതും, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ നോക്കുക, എമൗണ്ട് റിസീവ്ഡ്, ആദ്യത്തെ കോളം എന്ന് പറയുമ്പോൾ എമൗണ്ട് റിസീവ്ഡ്. പെറ്റി കാഷ്യറുടെ കയ്യിൽ നമുക്കൊക്കെ വീട്ടിൽ നിങ്ങൾക്കൊക്കെ പോക്കറ്റ് മണി കിട്ടുന്ന പോലെയാണ്. പോക്കറ്റ് മണി ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 2,000 റുപ്പീസ് കിട്ടിയെന്ന് വെച്ചോ, 2,000 വെച്ച് കൂടി പോയല്ലേ, സാല എന്തായാലും ഇരിക്കട്ടെ, 2,000 കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഈ 2,000 റുപ്പീസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൂവി കാണാൻ പോകും, പിന്നെ എന്താണ് ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ പറയുക ബേക്കറിയൊക്കെ കയറുമോ, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുകയോ, അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചിലവുകളൊക്കെ വരുത്തും. ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 800 റുപ്പീസ് ആണെന്ന് വെച്ചോ. ബാക്കി എന്താണ് ഈ മാസം മുഴുവൻ നിങ്ങൾ ചിലവാക്കി. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഈ മാസത്തിന്റെ അവസാനമായപ്പോൾ 800 കയ്യിൽ മിച്ചം കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു പെറ്റി ക്യാഷ് ബുക്കിന്റെ സിസ്റ്റം മൂവ് ചെയ്യുന്നത്. പെറ്റി കാഷ്യർ എന്ന് പറയുന്ന ആളാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് ഫോളോ ചെയ്യുന്നത്.
പെറ്റി കാഷ്യർ. അപ്പോൾ ഈ പെറ്റി കാഷ്യർ എന്ത് ചെയ്യും? ഇയാൾക്ക് നമ്മൾ തുടക്കത്തിൽ ഒരു എമൗണ്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 2000 rupees ആണ്. ഇനി ഈ മാസം ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ എല്ലാവിധ ചെലവുകളും ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ എല്ലാ ചെലവുകളും ഒക്കെ വരുത്തി വെക്കുകയാണ്. ക്യാഷ് റിസീവ്ഡ് 2000, പിന്നെ ബാക്കി എല്ലാ ചെലവുകളും ഇങ്ങനെ താഴത്തോട്ട് എഴുതി. ഇപ്പം ടോട്ടൽ ചെലവ് 1487 ആണ്. ഓക്കെ, പോസ്റ്റേജ് ഇനത്തിൽ 325, പിന്നെ ടെലിഫോൺ ടെലിഗ്രാം ഇനത്തിൽ 121, കൺവേയൻസ് അല്ലെങ്കിൽ യാത്ര ചെലവ് 349, അങ്ങനെ പല രീതിയിൽ ഹെഡ് തിരിച്ചേക്കാണ്. അതൊന്നും ഹെഡ് തിരിക്കേണ്ട ആവശ്യം നമുക്ക് റെയർ ആണ്. ഇപ്പം വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നീണ്ട് നമുക്ക് വലിയൊരു എന്നാ പറയുന്ന ഒരു A3 ഷീറ്റ് വല്ലതും വേണ്ടി വരും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും ചുരുക്കാൻ പറ്റിയ രീതിയിൽ ചുരുക്കുന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റേഷനറിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ സ്റ്റേഷനറിയിൽ ഉൾക്കൊണ്ടു അങ്ങനെ. അപ്പോൾ ഇത്രയും ചെലവുകളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ 2000 - 1487 ബാലൻസ് എത്രയുണ്ട്? ഇയാളുടെ കയ്യിൽ 513 ഉണ്ട്. ഓക്കെ, ഈ മാസം 31 ആയപ്പോൾ ഇയാളുടെ കയ്യിൽ മിച്ചം ഉള്ള പൈസ എന്ന് പറയുമ്പോൾ 513 ആണ് അല്ലറ ചില്ലറ ചെലവുകൾക്ക് വേണ്ടി. അപ്പം ഈ ഒരു ക്യാരി ഫോർവേഡ്. അപ്പോൾ അടുത്ത മാസം എന്ത് സംഭവിക്കും? അടുത്ത മാസം വീണ്ടും ഇതിപ്പം മേ ബി നവംബർ എടുക്കാം നമുക്ക്. ഓക്കെ, നവംബർ മാസത്തിൽ 2000 കിട്ടി. നവംബർ മാസം തീരാറായപ്പോൾ 800 മിച്ചം വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിസംബറിൽ വീണ്ടും നമുക്ക് 2000 രൂപ കിട്ടുന്നു. 2000 മാത്രമാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല. 2000 പ്ലസ് നമ്മൾ ഇതിന് മുന്നത്തെ മാസത്തെ 800 കൂടി കൂട്ടി 2800 rupees ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ചിലവാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇംപ്രസ് സിസ്റ്റത്തിലും ഫോളോ ചെയ്യേണ്ടത്. അപ്പം തലേ സമയത്തുണ്ടായ 513 എന്ന് പറയുന്ന ബാലൻസിനെ കൂടി നമ്മൾ താഴത്തോട്ടിട്ടു. ക്യാഷ് റിസീവ്ഡ് 1487. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് ചെയ്തേക്കുന്നത് ഇംപ്രസ് സിസ്റ്റത്തിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിപ്പം ആ ഒരു ക്വസ്റ്റൻ ചെയ്തതേ ഉള്ളൂ അല്ലെ, ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റൻ ചെയ്തതേ ഉള്ളൂ. ആദ്യത്തെ എന്താണ്? ജേണൽ എൻട്രി മൊത്തം എഴുതി എല്ലാ ട്രാൻസാക്ഷൻസിനെയും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിനെയും അവരുടേതായ അക്കൗണ്ടുകളിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇനി ബാലൻസിംഗ് ഓഫ് ക്യാഷ് ബുക്ക്, അടുത്ത ട്രാൻസാക്ഷൻ ആണ് ബാലൻസിംഗ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അല്ലെ, എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളത്. ബാലൻസിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യമേ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡിലെ ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കൂടി എടുത്താണ് ടോട്ടൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് കുറവെന്ന് മനസ്സിലാക്കുക. ഡെബിറ്റ് സൈഡിലാണോ കുറവ്, ക്രെഡിറ്റ് സൈഡിലാണോ കുറവെന്ന് മനസ്സിലാക്കുക. ഇനി എവിടെയാണ് ഷോർട്ടേജ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബാലൻസിംഗ് തുകയായിട്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനെയാണ് ബാലൻസിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പഠിക്കാനുള്ളതാണ് ക്യാഷ് പർച്ചേസസ് അക്കൗണ്ട് അല്ലെങ്കിൽ പർച്ചേസസ് ഡേ ബുക്ക്. ഈ പർച്ചേസസ് ഡേ ബുക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആകെ ഓൺലി പർച്ചേസസ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ പർച്ചേസസിൽ തന്നെ അറിയാം നമുക്ക് ക്യാഷ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് റെക്കോർഡ് ചെയ്യുള്ളൂ? ക്യാഷ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു എന്നറിയാം അല്ലെ, ഇതിന് തൊട്ട് മുന്നേ പഠിച്ചാണ്. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പർച്ചേസസ് ഡേ ബുക്ക്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പിന്നെ ബിൽ നമ്പർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നെയിം ഓഫ് സപ്ലയർ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ പോകുന്നു, നമ്മൾ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അവരിങ്ങോട്ട് ഗുഡ്സ് തരുമ്പോഴത്തേക്കും. അപ്പം പൈസ നമ്മൾ കൊടുക്കാത്ത സാഹചര്യത്തിനാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ഇവർ നമ്മുടെ സപ്ലയർ ആണ്. ഓക്കെ, ഇവരാണ് നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾ. അപ്പം ഇവരുടെ പേരാണ് നമ്മളിവിടെ അക്കൗണ്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക. പിന്നെ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഇതാണ് ബേസിക് ഒരു ഫോർമാറ്റ് പർച്ചേസസ് ഡേ ബുക്കിന്റെ. ഇനി ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പർച്ചേസ് ഫ്രം മെസേഴ്സ് നീമ ഇലക്ട്രോണിക്സ്. അപ്പം ഇവിടെ എന്താണ്? നീമ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സപ്ലയർ ആണ്. ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ എന്താ നമ്മൾ മേടിച്ചത്? 20 മിനി സൈസ് TV at ₹2000 per piece. ഓക്കെ, 20 കുഞ്ഞു TV മേടിച്ചു. ഓക്കെ, എന്തിനാ മേടിച്ചെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്തിനാണെങ്കിലും വേണ്ടിയില്ല, 20 മിനി സൈസ് TV നമ്മൾ മേടിച്ചു. ഓക്കെ, 20 എണ്ണം. എത്ര രൂപ വില വരുന്നതാണ്? 2000 rupees വില വരുന്ന എത്ര എണ്ണം മേടിച്ചു. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 22 is 4. ഓക്കെ, അപ്പോൾ ഇത്ര രൂപീസ് ചിലവാക്കിയിട്ട് നമ്മൾ ആരുടെ അടുത്താണ് മേടിച്ചത്? മെസേഴ്സ് നീമ ഇലക്ട്രോണിക്സിന് അടുത്തുനിന്നാണ് മേടിച്ചത്. ക്ലിയർ? ഇനി അവരുടെ അടുത്ത് വേറെ എന്താ മേടിച്ചത്? ഈ മിനി TV മാത്രമാണോ മേടിച്ചത്? അല്ല. രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചത് 15 ടേപ്പ് റെക്കോർഡേഴ്സ് ഓഫ് 12,500 per piece. അപ്പം 15 ടേപ്പ് റെക്കോർഡേഴ്സ് എത്ര രൂപ വില വരുന്നതാണ്? 12,500. ഓക്കെ, 12,500 വില വരുന്ന ഇത്രയും ടേപ്പ് റെക്കോർഡേഴ്സും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഓൾ ഐറ്റംസ് at 20%. അപ്പം നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്തെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് അവരെന്ത് ചെയ്തു? ഒരു ട്രേഡ് ഡിസ്കൗണ്ട് at 20%, 20% ട്രേഡ് ഡിസ്കൗണ്ട് ചാർജ് ചെയ്തു അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതുക? ഓഗസ്റ്റ് 4-ാം തീയതി. ഏതാണ് ബിൽ നമ്പർ? 3250. നീമ ഇലക്ട്രോണിക്സിന്റെ അടുത്ത് ടോട്ടൽ ഉണ്ടായ ട്രാൻസാക്ഷൻസ് 1,82,000. ഇനി ഇതിന്റെ ബൈഫർക്കേഷൻ നമുക്ക് നോക്കാം, ഇത് എങ്ങനെ ഇത് വന്നതെന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാലോ എത്രയാണ് നമ്മുടെ മിനി TVക്ക് ഉണ്ടായ ചെലവ് എന്ന് പറയുമ്പോൾ 20 × 2,000 = 40,000. അപ്പോൾ എത്രയാണ്? 1,87,500. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക എത്രയാണ്? 1,87,500. നമ്മുടെ റേഡിയോയോ എന്തോ സാധനം മേടിച്ചായിരുന്നല്ലോ മെസേഴ്സ് നീമയുടെ അടുത്ത് നിന്ന്. ഇത്രയും, ഇതാണ് ടോട്ടൽ. ടോട്ടൽ അല്ല, 1,87,500 പ്ലസ് നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യണമല്ലോ, 40,000 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 2,27,500 വന്നു. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് വന്നേക്കുന്നത്? 2,27,500. ഇനി ഇത്രയ്ക്കുള്ള നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് വരുന്നുണ്ടോ? ഇല്ല. നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കേണ്ടതുണ്ട് അല്ലേ. ഡിസ്കൗണ്ട് 20% കുറയ്ക്കേണ്ടതുണ്ട്. എന്തിന്റെ 20%? ഈ എമൗണ്ടിന്റെ. അപ്പം 22,7,500 × 20 / 100. അപ്പോൾ എത്ര വന്നു? 45,500 നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കും. 45,500 ആണ് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് നമുക്ക് അവർ അലൗ ചെയ്തത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 2,27,500 ആയിരുന്നു നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ നമ്മൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ നമ്മൾ റെഡി ക്യാഷ് കൊടുക്കുന്നവരായതുകൊണ്ട് അവർ നമുക്ക് പെട്ടെന്ന് ട്രേഡ് ഡിസ്കൗണ്ട് എടുത്ത് തന്നു 45,500. അത് മൈനസ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,82,000 ആണ്. അപ്പോൾ മൈനസ് കണക്കാക്കേണ്ട, എന്തുകൊണ്ടാണ് ഞാൻ ഷോർട്ട് കട്ട് ചെയ്തേ ഉള്ളൂ. ചെറിയ നമ്പറിൽ നിന്ന് ബിഗ് നമ്പർ നമ്മൾ മൈനസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ
മൈനസ് കണ്ടങ്ങോട്ട് എഴുതിയേക്കരുത്, നെഗറ്റീവിലോട്ട് പോകാതെ ഫിഗർ. അപ്പോൾ നമുക്ക് എന്താണ് 2,27,500 മൈനസ് 45,500 ചെയ്യുമ്പോൾ 1,82,000. ഓക്കെ, അപ്പോൾ ഇത്രയും തുകയാണ് നമുക്ക് ടോട്ടൽ പേ ചെയ്യേണ്ടത്, പേയബിൾ കൊടുക്കാനുള്ള തുക ഇത്രയാണ്. ഓക്കെ, സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ട്രാൻസാക്ഷൻസും ഇതേപോലെ തന്നെ എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഇപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നത് പവൻ ഇലക്ട്രോണിക്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇനി അവരുടെ അടുത്ത് മേടിച്ചിരിക്കുന്ന സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം സെയിം തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ഒന്നും ക്ലിയർ ആയിട്ടും കൊടുത്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ട്രാൻസാക്ഷൻ്റെ മാത്രം ഇതുപോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് കാണിച്ചത്. ഇനി ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്ത് സാവകാശത്തോടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എല്ലാവിധ ഗുഡ്സ് പർച്ചേസസ് റിട്ടേൺസ്. അതായത് പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കുക, അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നീമ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നമ്മൾ പോയിട്ട് നീമ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ടി വി, ഓക്കെ, മിനി ടി വി നമ്മൾ മേടിച്ചായിരുന്നല്ലോ. അപ്പം മിനി ടി വി ആയിരുന്നു എന്ത് ചെയ്തു, അത് തല്ലിപ്പൊളിയായിപ്പോയി. അപ്പം അത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അത് വർക്ക് ആവുന്നില്ലെന്ന് വെച്ചാൽ അത് ബ്രോക്കൺ ആയിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു. അപ്പം നമ്മൾ അതിനെ തിരിച്ചയച്ചു. നമ്മൾ മേടിച്ച എത്രയായിരുന്നു? മിനി ടി വി 20 എണ്ണം മേടിച്ചത്, അതിൽ 5 എണ്ണം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, റിട്ടേൺ അടിക്കുകയാണ്. ഓക്കെ, റിട്ടേൺ അടിക്കുകയാണ് 5 എണ്ണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മൾ പേ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് അവർ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്? ഈ 5 എണ്ണത്തിനുള്ള പൈസ അവർ നമുക്ക് തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്താണ് സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവിധ ക്രെഡിറ്റ് സെയിൽസിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സെയിൽസ് ബുക്കിന് ഒരു ചെറിയ ഫോർമാറ്റ് ഉണ്ട്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെയാണ് കേട്ടോ. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് ദ കസ്റ്റമർ ആണ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക, പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും അവർ നമ്മുടെ സെല്ലറായിരുന്നു, സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമറിന്റെ പേരാണ് ഇവിടെ എഴുതുക, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇനി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സെയിം രീതികൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്, നമ്മൾ സെല് ചെയ്ത സാധനങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം എഴുതുന്ന രീതി എല്ലാം സെയിം തന്നെയാണ്. മിസ് കോയിന സപ്ലൈസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്തത് ഇത്ര സാധനങ്ങളാണ്, അവർ നമുക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. അപ്പം അത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വർക്കിംഗ് നോട്ട് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ഫിഗർ മാത്രമാണ് നമ്മളോട് ഇത് ചോദിക്കുന്നതേ. പക്ഷേ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് നമ്മൾ ക്വസ്റ്റൻ ഇത് കിട്ടി എന്നിട്ട് ആൻസർ ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും മാർക്ക് തിരിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് നോട്ടിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ സാധനമാണോ എന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻസിന്റെ ഈ വർക്കിംഗ് നോട്ടുകൾ ചെയ്ത് കാണിച്ചേ മതിയാവുള്ളൂ. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് വർക്കിംഗ് നോട്ടുകൾ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്താണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ജേണൽ. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്, അതെങ്കിൽ നമ്മൾ സെൽ ചെയ്ത സാധനം നമ്മുടെ അടുത്തോട്ട് റിട്ടേൺ അടിച്ച് വന്നതിനൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് സെയിൽസ് റിട്ടേൺസ് ജേണൽ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുകയാണ്. ഇതിന്റെ ബാക്കി കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യുക, മനസ്സിലാക്കുക. താങ്ക് യു.